അധ്യായം 5. എല്ലാവരും ചേതനെ നോക്കി ആകാംക്ഷയോടെ നിന്നു. എന്നാൽ അവൻ താൻ അകക്കണ്ണിൽ കണ്ട മായ കാഴ്ചകളിൽ നിന്നും മുക്തനായിരുന്നില്ല. സാറ് പറയേ, എന്റെ തെറ്റുകൾ എന്താ? ഇവിടെ ഞാൻ ശരിയാക്കേണ്ടത്? സാറിന് എന്നെ ഗൈഡ് ചെയ്യാനാകോ? അതോ? ഋഷി ചേതന്റെ അടുത്ത് ചെന്ന് അല്പം നീരസത്തോടെ ചോദിച്ചു. ചേതന്റെ മറുപടിക്കായി എല്ലാവരും കാതോർത്തു. മേഘയുടെ കണ്ണുകളും ചേതനിൽ തന്നെയായിരുന്നു. താൻ തിരഞ്ഞെടുത്ത അധ്യാപകൻ ഈ അവസരത്തിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷയായിരുന്നു അവളിൽ. ഇതെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പെട്ടെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ചേതൻ ചിന്തിച്ചു. അവന്റെ ഉള്ളിലൂടെ ഡെസ്റ്റിനി ബുക്കിൽ ഉണ്ടായിരുന്ന ഋഷിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കടന്നുപോയി. അതിൽ ഋഷിയുടെ ഒരുപാട് കുറവുകൾ രേഖപ്പെടുത്തിയിരുന്നു. അതൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പില്ലെങ്കിലും ഈ അവസരത്തിൽ അത് ഉപയോഗപ്പെടുത്താതെ അവന് വേറെ വഴിയില്ലായിരുന്നു. ഋഷി, നിന്റെ പഞ്ച് സൂപ്പറായിരുന്നു. എന്നാലും അതിലൊരു ചെറിയ തെറ്റുണ്ട്. അതുമല്ലാതെ പൊതുവായി നിനക്ക് ഒരു 12 വീക്ക്നെസ്സുകളുണ്ട്. അതുകൂടി ശരിയാക്കിയാൽ ഈ സ്കൂളിലെ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് നീയായിരിക്കും. ചേതൻ ഗൗരവത്തോടെ പറഞ്ഞു. 12 കുറവുകളോ? എനിക്കോ? സാർ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഗൈഡ് ചെയ്യണമെന്ന് കരുതി വായി തോന്നിയത് പറഞ്ഞ അത് വിശ്വസിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. ഋഷി കോപത്തോടെ പറഞ്ഞു. അത് തന്നെ 12 വീക്ക്നെസ്സുകൾ, അതും എഡ്വിൻ സാറിന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യൻ ഋഷിക്ക്. ഇയാൾക്ക് പ്രാന്താണോ? അവിടെ കൂടി നിന്നവരിൽ ഒരാൾ പറഞ്ഞു. എന്താ ചേതൻ, ഇത്രയും മൈന്യൂട്ടായി ഇവിടത്തെ പ്രിൻസിപ്പൾ പോലും പറയില്ലല്ലോ. പിന്നെയാണോ 0 വാങ്ങിയ നീ? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടലെന്നെ. എഡ്വിൻ പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ ചേതനെ കോർണർ ചെയ്ത് അപമാനിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എഡ്വിന്റെ വാക്കുകളും അവിടെ കൂടി നിന്നവരുടെ മുറുമുറുപ്പും ഒക്കെ കേട്ട് ചേതന് ദേഷ്യം തോന്നി. അവന്റെ കണ്ണുകൾ ചുവന്നു. ഭൂമിയിൽ വളരെ നല്ല നിലയിൽ ജീവിച്ച ഒരാളാണ് ജഗൻ. എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരാൾ. ഇപ്പോൾ മറ്റൊരു ലോകത്ത് താൻ നേരിടുന്ന ഈ അപമാനം അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെന്റെ അവസരമല്ലേ? നിങ്ങൾ കേട്ടപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ഇപ്പൊ പിന്നെന്തിനാ എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്താലും അത് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാ പിന്നെ എന്തിനാ ഇവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യം? ഞാൻ പോയേക്കാം. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഋഷി, നീയും പോയിക്കോ. ഇതൊരു ന്യായമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പറഞ്ഞ് ചേതൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ചേതൻ നിൽക്ക്. ഇവിടെ നിന്നാരും ടാർഗറ്റ് ചെയ്യുന്നില്ല. നിനക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ഇവിടെ വന്ന് ചെയ്യാം. എഡ്വിൻ പറഞ്ഞു. അവസരം നൽകിയാലും അവനൊന്നും ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാം എന്ന് പ്രതീക്ഷിച്ചാണ് എഡ്വിൻ അവനെ തിരിച്ചു വിളിച്ചതെന്ന് ചേതന് മനസ്സിലായിരുന്നു. ഇനിയും ഒഴിഞ്ഞു മാറരുത്. ഡെസ്റ്റിനി പുസ്തകത്തിന്റെ സത്യാവസ്ഥ അറിയാൻ സമയമായി. അത് ഫലം കണ്ടാൽ എഡ്വിന്റെ കളി ഇന്ന് അവസാനിപ്പിക്കാം. അവൻ തിരിച്ചു വന്ന് ഋഷിയുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നിന്നു. ഋഷി, നീ ഇപ്പൊ നിന്നെ റൈറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്താണ് പഞ്ച് ചെയ്തത്. ഇനി മുതൽ നീ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും. നിന്റെ റൈറ്റ് ഹാൻഡിന് ലെഫ്റ്റിനേക്കാൾ പവർ കുറവാണ്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാനോ? പൊതുവെ റൈറ്റ് ഹാൻഡിനാണ് പവർ കൂടുതൽ എന്നല്ലേ പറയാറ്? വെറുതെ അല്ലേ ഇവർ 0 ആയത്? കൂടി നിന്ന ആളുകൾ പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. ഇത്രയും കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തത് റൈറ്റ് ഹാൻഡ് വെച്ചാണ്. പിന്നെ ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അതെനിക്ക് സെറ്റ് ആവില്ല സാർ. ഋഷി തന്റെ ചിരി അടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷി, ചേതനിപ്പോ നിന്നെ ഗൈഡ് ചെയ്യുന്ന സാറാണ്. സോ ഡു വാട്ട് ഹി സെഡ്. എഡ്വിൻ ഋഷിയോട് ഒരു താക്കീതോടെ പറഞ്ഞു. എന്നാൽ മനസ്സിൽ എല്ലാവരുടെ മുമ്പിൽ ചേതൻ വീണ്ടും തോൽക്കാൻ പോവുകയാണല്ലോ എന്ന് ഓർത്ത് ചിരിക്കുകയായിരുന്നു എഡ്വിൻ. എന്തൊക്കെ വന്നാലും 62 കൂടുതൽ പോയിന്റ്സ് വരില്ലെന്ന് എഡ്വിൻ ഉറപ്പിച്ചു. എഡ്വിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി ഋഷിയും ചിരിച്ചു. ചേതൻ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവൻ തന്റെ ഇടത് കൈ റൊട്ടേറ്റ് ചെയ്ത് പഞ്ച് ചെയ്തു. കൽത്തുണ ആകെ ഒന്ന് കുലുങ്ങി. അതിലെ സ്ക്രീനിൽ ആദ്യം 1 തെളിഞ്ഞു. എല്ലാവരും സ്കോർ 10 ആണെന്ന് കരുതി മുഖം ചുളുക്കി. എഡ്വിന് ചിരി വന്നു. അവൻ ചേതനെ അപമാനിക്കുവാനായി വാ തുറന്നതും സ്ക്രീനിൽ 123 എന്ന് തെളിഞ്ഞു. അത് കണ്ടതോടെ എഡ്വിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. നിന്നിടത്തു നിന്നും അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ചു പോയയാൾ. 123? ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. കൂടി നിന്ന ആളുകൾ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. നേരത്തെ 62, ഇപ്പൊ 123. 100% കൂടുതൽ. ഇത് LGBT ടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടിയ ടീച്ചേഴ്സിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് അവിടെ കൂടി നിന്നവർക്ക് അറിയാമായിരുന്നു. ആ കാര്യമാണ് വെറും 0 വാങ്ങിയ ചേതൻ നടത്തി കാണിച്ചത്. എന്ത് 123? ഇത് ഞാൻ തന്നെയാണോ പഞ്ച് ചെയ്തത്? ഋഷി അവിശ്വസനീയമായി തന്റെ ഇടത് കൈയിലേക്ക് നോക്കി. മേഘയുടെ മുഖത്തും ആശ്ചര്യം നിറഞ്ഞിരുന്നു. ചേതനും അത്ഭുതം വിട്ടുമാറിയിരുന്നില്ല. പക്ഷെ അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. ആ, അപ്പോ
ഡെസ്റ്റിനി പുസ്തകത്തിൽ എഴുതിയിരുന്നതൊക്കെ ശരി തന്നെയാണല്ലേ? കൊള്ളാം. ഈ പുസ്തകം പിടിച്ചു മരിച്ചതുകൊണ്ടാണോ ഇതിവിടെ എന്റെ കൂടെയുള്ളത്? എങ്ങനെയായാലും വേണ്ടില്ല, ഈ ശക്തി എന്നെ വിട്ട് പോകാതെ നോക്കണേ ദൈവമേ. ചേതൻ പ്രാർത്ഥിച്ചു. എട്ടുവിന് കൊടുക്കേണ്ടത് കയ്യോടെ കൊടുത്തേക്കാം. മിസ്റ്റർ എഡ്വിൻ, നേരത്തെ ഉണ്ടായിരുന്ന അഹങ്കാര ചിരി ഇപ്പൊ കാണുന്നില്ലല്ലോ. നീ ഗൈഡ് ചെയ്തിട്ട് ഇൻക്രീസ് ആയത് വെറും 20%. ബട്ട് ഞാൻ ഗൈഡ് ചെയ്തിട്ട് 100%. എന്തേ, ഒന്നും പറയാനില്ല ഇപ്പോ? ചേതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എഡ്വിന്റെ മുഖം ഇരുണ്ടു. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. 0 ആയി കണ്ടിരുന്ന ചേതനെ എല്ലാവരും ഹീറോ ആയി കാണാൻ തുടങ്ങി. ചുറ്റും കൂടി നിന്നവർ ചേതനെ പുകഴ്ത്തുന്നത് കേട്ടതും എഡ്വിൻ അവിടെ നിന്നും മിണ്ടാതെ പോകാൻ ശ്രമിച്ചു. ഹലോ സാർ, ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? നമ്മുടെ ബെറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോ. ചേതൻ എഡ്വിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഋഷി, നീ ഇന്നു മുതൽ ചേതന്റെ സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞ് എഡ്വിൻ ID കാർഡ് എടുത്ത് തന്റെ ഒരു തുള്ളി രക്തം അതിൽ പതിപ്പിച്ച് ഋഷിയുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഒരു തവണ നീ ജയിച്ചെന്ന് കരുതി അഹങ്കരിക്കണ്ട. എന്തോ ഭാഗ്യത്തിന്റെ പുറത്താണ് നീ ജയിച്ചത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. എഡ്വിൻ ഒരു താക്കീതോടെ പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. സാർ പ്ലീസ് സാർ, എന്നെ വിട്ടുകൊടുക്കരുത് സാർ. എനിക്ക് അയാളുടെ കീഴിൽ പഠിക്കണ്ട. ഋഷി കെഞ്ചിയെങ്കിലും എഡ്വിൻ അത് കേൾക്കാത്തതുപോലെ മുന്നോട്ട് നടന്നു. എഡ്വിനെ പോലെ തന്നെ ഋഷിയും ചേതൻ ജയിച്ചത് വെറും ഭാഗ്യത്തിന്റെ പുറത്താണ് എന്നാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ചേതന്റെ സ്റ്റുഡന്റ് ആവാൻ അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. സോ ഋഷി, നീ ഇന്നു മുതൽ എന്റെ സ്റ്റുഡന്റ് ആണ്. വേഗം ഈ ID കാർഡിൽ നിന്റെ ബ്ലഡ് ഇംപ്രിന്റ് ചെയ്യും. ചേതൻ തന്റെ രക്തമാക്കിയ ശേഷം ID കാർഡ് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഋഷി മനസ്സില്ലാ മനസ്സോടെ അതിൽ തന്റെ രക്തമാക്കി. നൗ യു ആർ മൈ സ്റ്റുഡന്റ്. നിനക്കിപ്പോ പോകാം. നാളെ നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. ചേതൻ ഋഷിയോട് പറഞ്ഞതിന് ശേഷം മേഘയ്ക്ക് നേരെ തിരിഞ്ഞു. മേഘ, നീയും നാളെ വന്നാ മതി. നാളെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അവൾ സന്തോഷത്തോടെ തലയാട്ടി. വീട്ടിലേക്ക് തിരിച്ചു പോകവേ ചേതന്റെ ചിന്ത മുഴുവൻ തന്റെ മനസ്സിലുള്ള അദൃശ്യ ലൈബ്രറിയെ കുറിച്ചായിരുന്നു. അവൻ മനസ്സ് ഏകാഗ്രമാക്കി ഋഷിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഡെസ്റ്റിനി പുസ്തകം തുറന്നു വരികയും അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണിക്കുകയും ചെയ്തു. താൻ ആരെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചാലും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡെസ്റ്റിനി പുസ്തകം തനിക്ക് കാട്ടിത്തരും എന്നവൻ മനസ്സിലാക്കി. ഇത് കൊള്ളാലോ. ഇങ്ങനെയാണെങ്കിൽ ആഗ്രഹിച്ചാൽ പോലും എനിക്കിനി 0 വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. ചേതൻ സന്തോഷിച്ചു. പിറ്റേ ദിവസമായതും മാജിക് സ്കൂളിൽ ചേതനെ കുറിച്ചുള്ള വാർത്ത എങ്ങും പാട്ടായിരുന്നു. ഇന്നലെ നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ചേതൻ സാറും എഡ്വിൻ സാറും തമ്മിൽ ബെറ്റ് വെച്ചെന്ന് ക്യാൻറ്റീനിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സംസാരിക്കുകയായിരുന്നു. ഉറപ്പായിട്ടും എഡ്വിൻ സാർ തന്നെ ജയിച്ചു കാണും. അതിലൊരുവൾ മറുപടി പറഞ്ഞു. ഇല്ലാന്ന്, ചേതൻ സാറാണ് അത്ര ജയിച്ചത്. ആദ്യം സംസാരിച്ച കുട്ടി പറഞ്ഞു. ആര്? ആ 0 വാങ്ങിയ സാറ് തന്നെയാണോ? നടക്കുന്ന കാര്യമെല്ലാം പറ. ചേതൻ ശരിക്കും ജയിച്ചത് കണ്ട ആളുകളുണ്ട് ഇവിടെ. അതും ഒരൊറ്റ ടിപ്പ് കൊണ്ട് 100% പഞ്ചിങ് പവർ ഇൻക്രീസ് ചെയ്തത്. 100% ഇൻക്രീസ് ചെയ്യുന്നോ? അതും ലാസ്റ്റ് പൊസിഷനുള്ള ചേതൻ. തമാശ പറയില്ലേ രാവിലെ തന്നെ. സാറ എന്ന പെൺകുട്ടി ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. അവിടുത്തെ പ്രശസ്തമായ ഒരു നാട്ടുരാജ്യത്തിന്റെ തലവന്റെ പ്രിയ പുത്രിയാണ് സാറ. അഴകുകൊണ്ടും മികവ് കൊണ്ടും ഏറെ മിടിക്കാണ് അവൾ. ലിൻഡ മാമിന് കീഴിൽ സ്റ്റുഡന്റ് ആയി ചേരാനാണ് സാറ അക്കാദമിയിലേക്ക് വന്നത്. 100%. തീർച്ചയായും എന്തോ ലക്കിന് പുറത്ത് കിട്ടിയതോ? സാറ പറഞ്ഞതും അവളുടെ അടുത്തിരുന്ന ഒരാൾ അവളെ എതിർത്ത് സംസാരിച്ചു. ലക്കോ? 100% കിട്ടണമെങ്കിൽ അത് തീർച്ചയായും കഴിവുള്ളതുകൊണ്ട് തന്നെയാണ്. അതിന് നിനക്കെന്തറിയാം ഈ ചേതനെ പറ്റി? ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരേ ഒരാളാണ് ഈ ചേതൻ. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ പറയ്, ഞാൻ തന്നെ തെളിയിച്ചു തരാം. സാറ വാശിയോടെ പറഞ്ഞു. സാറ ചെറുതിലെ മുതലേ മുൻകോപക്കാരിയാണ്. ടീച്ചേഴ്സിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാൾക്ക് ആവശ്യമില്ലാതെ ക്രെഡിറ്റ് കൊടുക്കുന്നത് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സാറ, ഇത്ര ചെറിയ കാര്യത്തിന് നീ എന്തിനാ ചൂടാവുന്നേ? അവളുടെ കൂട്ടുകാരികളിൽ ഒരുവൾ തിരക്കി. ഇല്ല, ഇതിങ്ങനെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആരാണെന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്. കൈ ശക്തിയിൽ ബെഞ്ചിൽ അടിച്ചുകൊണ്ട് അവൾ വാശിയോടെ പറഞ്ഞു. അവൾ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി ചേതന്റെ ക്ലാസ് റൂം അന്വേഷിക്കുവാൻ തുടങ്ങി. ക്ലാസ് കണ്ടെത്തിയതും അവൾ അകത്തേക്ക് കയറി. ചേതൻ സാർ എവിടെ? അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അവൾ ചോദിച്ചത് കേട്ടെങ്കിലും മറുപടി ഒന്നും കൊടുത്തില്ല. ചോദിച്ചത് കേട്ടില്ലേ? ഇത് ചേതൻ സാറിന്റെ ക്ലാസ് അല്ലേ? അവൾ രോഷത്തോടെ ചോദിച്ചു.
എന്നാൽ കുട്ടികൾ അപ്പോഴും അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഞാനിവിടെ ഉണ്ട്. നീ ആരാ? ആ കുട്ടികളെ കടന്ന് അവിടേക്ക് വന്ന് ചേതൻ ചോദിച്ചു. ഓ, ഇതാണോ ചേതൻ സാർ? കാണാനൊരു ഹീറോ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ സീറോ വാങ്ങിയ ആൾക്ക് ഇത്ര ഗെറ്റപ്പിന്റെ ആവശ്യമൊന്നുമില്ല, സാറ മനസ്സിൽ പറഞ്ഞു. സാറിനെ കുറിച്ച് കുറച്ച് റൂമേഴ്സ് കേട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇടുപ്പിൽ കൈകൊത്തി അഹങ്കാരത്തോട് അവള് പറഞ്ഞു. റൂമറോ? എന്തു റൂമർ? അവൻ തിരക്കി. നിങ്ങൾ എഡ്വിൻ സാറുമായി ബെറ്റ് വെച്ചെന്നും അത് ജയിച്ചെന്നും, അതുമാത്രമല്ല നിങ്ങൾ ഗൈഡ് ചെയ്ത സ്റ്റുഡന്റിന്റെ പവർ 100% ഇൻക്രീസ് ആയി പോലും. വിശ്വാസമില്ലാത്തതുപോലെ അവൾ പറഞ്ഞു. അത് റൂമറൊന്നുമല്ല, സത്യമാണ്. വിശ്വാസമില്ലെങ്കിൽ നിനക്ക് എഡ്വിനോട് പോയി ചോദിക്കാം. ചേതൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവൾക്ക് മറുപടി കൊടുത്തു. ഓ, എങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യ്, ഞാൻ നോക്കട്ടെ, സാറ വീണ്ടും വാശിയോടെ പറഞ്ഞു. അതിന് നീ ആരാ? ടീച്ചേഴ്സ് എന്താ നീ പറയുന്നത് കേട്ട് ഇവിടെ തുള്ളാൻ നിൽക്കുകയെന്നും തോന്നുന്നുണ്ടോ? ടീച്ചേഴ്സിന്റെ ജോലി പഠിപ്പിക്കലാണ്, അല്ലാതെ വഴിയെ പോകുന്നവർ പറയുന്നത് കേട്ട ആടലല്ല. പിന്നെ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ്, അത് കാണുമ്പോ തന്നെ പഠിപ്പിക്കാൻ തോന്നില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗൈഡിങ് യു, സോ പ്ലീസ് ഗെറ്റ് ഔട്ട്. അവളുടെ മുഖത്തടിക്കുന്നത് പോലെ അവൻ പറഞ്ഞു. എപ്പോഴും തന്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു കണ്ട് മാത്രം ശീലമുള്ള സാറയ്ക്ക് അതൊരു അപമാനമായി തോന്നി. ഒരുപാട് സ്റ്റുഡൻസ് വേണമെന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നിന്നെ പോലുള്ള അഹങ്കാരം പിടിച്ചതുങ്ങളെ ഞാൻ പഠിപ്പിക്കില്ല, അവൻ തീർത്തും പറഞ്ഞു. അതുകൂടെ കേട്ടതും ഒരു നാടിന്റെ തലവന്റെ മകളായ സാറയ്ക്ക് ദേഷ്യം കാരണം അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. അവൾ അവളുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. സാറയുടെ പിറകെ എത്തിയ അവളുടെ കൂട്ടുകാരികൾക്കും അവളുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കാനായില്ല. സാറിനെ ഗൈഡ് ഞാൻ എന്ത് ചെയ്യണം എന്ന് തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ശരി വാ, ഞാൻ പറയാം. അധ്യായം 6. സാറിനെ ഗൈഡ് ഞാൻ എന്ത് ചെയ്യണം എന്ന് തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് സാറ ചോദിച്ചു. അപമാനിക്കപ്പെട്ടതിന് പകരം ചോദിക്കണമെങ്കിൽ അവൻ ഒരു പരാജയമാണെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം. അതിന് മറ്റു വഴികളൊന്നുമില്ലാന്ന് സാറയ്ക്ക് അറിയാമായിരുന്നു. എന്നെ നിന്റെ പ്രൊഫസറായിട്ട് അംഗീകരിക്കേ, സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം, ചേതൻ കൂളായി പറഞ്ഞു. സാറ, നിനക്ക് ഇയാളുടെ കഴിവിൽ വിശ്വാസമില്ലല്ലോ. സോ നിന്നെ ഗൈഡ് ചെയ്ത് കഴിവ് തെളിയിച്ചാൽ മാത്രം അയാൾ നിന്റെ പ്രൊഫസറാക്കാമെന്ന് പറ. കൂട്ടുകാരികളിൽ ഒരുവൾ അവളെ ഉപദേശിച്ചു. അത് കൊള്ളാമെന്ന് തോന്നി അവൾ അതുപോലെ ചേതനോട് പറഞ്ഞു. കൂടാതെ അവൻ തോറ്റുപോയാൽ ചേതൻ ഒരു പരാജയമാണെന്ന് മൈക്ക് വെച്ച് പാടി നടക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. ചേതൻ പുച്ഛത്തോടെ അവളെ നോക്കി. നീ അവള് പറയുന്നത് കേട്ട് എടുത്തിയാടല്ലേ? നീ ഇവിടെ ലിൻഡ മാമിന്റെ സ്റ്റുഡന്റ് ആവാനല്ലേ വന്നത്? ഇനിയിപ്പോ കാലക്കേടിന് ഇയാള് ജയിച്ചാ എന്നേക്കുമായി ഇയാളുടെ കീഴിൽ പഠിക്കേണ്ടി വരില്ലേ? അത് നിനക്ക് ഓക്കെ ആണോ? കൂട്ടുകാരികളിൽ രണ്ടാമത്തെ ആൾ ചോദിച്ചു. അത് കേട്ടതും സാറ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താ, പേടിച്ചു പോയോ? എന്നാ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ചേതൻ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. ലിൻഡ മാമിന്റെ സ്റ്റുഡന്റ് ആവുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് സാറ അവിടെ വന്നത്. പക്ഷേ ഇപ്പോൾ താൻ എടുത്ത തീരുമാനം മാറ്റാനും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ചേതൻ ജയിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ അവൾ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ നിങ്ങളെ എന്റെ പ്രൊഫസറെ അംഗീകരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞ കണ്ടീഷൻ നിങ്ങൾ പൂർത്തിയാക്കണം, സാറ പറഞ്ഞു. ഓക്കെ, അപ്പോ ആദ്യം ഐശ്വര്യമായി പോയി ഈ ക്ലാസ്സും പുറത്തുള്ള ബാത്റൂം വൃത്തിയാക്ക്. അതിനുശേഷം ഞാൻ നിന്നെ ഗൈഡ് ചെയ്യാം, ചേതൻ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു. എന്ത്, ബാത്റൂം ക്ലീൻ ചെയ്യാനോ? സാറ ഞെട്ടലോടെ ചോദിച്ചു. അതെ, ബാത്റൂം. എന്താ കേട്ടിട്ടില്ലേ? പോയി ക്ലീൻ ചെയ്തിട്ട് വാ, ബാക്കി അപ്പ സംസാരിക്കാം എന്ന് പറഞ്ഞ് ചേതൻ കുട്ടികളുടെ നേരെ തിരിഞ്ഞു. സാറ നാട്ടുകൂട്ട തലവന്റെ മകളാണ്. ഒരു ഗ്ലാസ് വെള്ളം പോലും ഒറ്റയ്ക്കെടുത്ത് കുടിക്കാത്ത പ്രകൃതം. ചുറ്റും ദാസികളും പണിക്കാരും നിറഞ്ഞ വീട്ടിൽ ഓമനിച്ച് വളർന്നവൾ. ചേതൻ പറഞ്ഞത് കേട്ട് സാറയേക്കാൾ ദേഷ്യം വന്നത് അവളുടെ കൂട്ടുകാരികൾക്കായിരുന്നു. സാർ, നിങ്ങൾക്ക് ഇവൾ ആരാണെന്ന് അറിയില്ല. ഇവൾ നിങ്ങളെ പ്രൊഫസറാക്കെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. ആ ഇവളോടാണ് നിങ്ങൾ ബാത്റൂം കഴുകാൻ പറയുന്നത്. ഇവളുടെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ. അവളുടെ കൂട്ടുകാരികൾ ഇരുവരും ഒരുമിച്ച് പറഞ്ഞു. അവൾ എന്നെ പ്രൊഫസറായി തെരഞ്ഞെടുത്തത് അവളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ അവളെ ഗൈഡ് ചെയ്യണമെങ്കിൽ അവൾ ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് വരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം, ചേതൻ പറഞ്ഞു. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോ, സാറ അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു. ഞാൻ ചെയ്യാം സാർ, സാറ ചേതനോട് പറഞ്ഞ് ഒരു ചൂല് കയ്യിലെടുത്ത് അവിടം വൃത്തിയാക്കാൻ തുടങ്ങി. ഒരു ജോലിയും ചെയ്യാത്ത സാറ കഷ്ടപ്പെടുന്നത് കണ്ട് അവളുടെ കൂട്ടുകാരികൾ അന്തം വിട്ട് നോക്കി നിന്നതും അവൾ അവരോട് പുറത്തു പോകാൻ വീണ്ടും ആജ്ഞാപിച്ചു.
സാറ ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവളുടെ സുഹൃത്തുക്കൾ ഇരുവരും അവിടെ നിന്നും പോയി. നമുക്കിത് അവളുടെ കാര്യസ്ഥൻ അഞ്ഞൂറാനോട് പറഞ്ഞാലോ? കൂട്ടുകാരികളിൽ ഒരുവൾ ചോദിച്ചു. അതൊരു നല്ല ഐഡിയാണ്. പാവം സാറ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവളോട് ബാത്റൂം കഴുകാൻ പറയാൻ അയാൾ ആരാണ്? രണ്ടാമത്തെ ആളും അത് ശരിവെച്ചു. കാര്യസ്ഥൻ അഞ്ഞൂറാൻ അവളെ അക്കാദമിയിൽ കൊണ്ടുവിടാൻ വന്നതാണ്. അയാൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ കാണുമെന്ന് ഉറപ്പിച്ച് അവർ അയാളെ തിരക്കിയിറങ്ങി. ഇതൊന്നും അറിയാത്ത സാറ അവിടെയെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ചെയ്തു പരിചയമില്ലാത്ത ജോലിയായിട്ട് കൂടി അവൾ വേഗത്തിൽ അത് ചെയ്തു തീർത്തു. അവളുടെ കഴിവിനാൽ ക്ലാസ് റൂമും ബാത്റൂമും വെട്ടിത്തിളങ്ങി. സാറ് പറഞ്ഞല്ല, ഞാൻ ചെയ്തു കഴിഞ്ഞു. ചേതന്റെ മുന്നിൽ വന്ന് കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി എന്നെ ഗൈഡേ, എന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു താ. സാറ അവിടെയുള്ള പഞ്ചിങ് മെഷീന്റെ മുന്നിൽ ചെന്ന് നിന്ന് പഞ്ച് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇവൾക്ക് ഇത്ര അനുസരണ ഉണ്ടായിരുന്നു. ദൈവമേ, അന്നത്തെ പോലെ ഇപ്പോഴും ആ ഡെസ്റ്റിനി പുസ്തകം എന്നെ ഹെൽപ്പ് ചെയ്താൽ മതിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പുസ്തകമേ, പ്ലീസ് വാ, ചതിക്കല്ലേ. ചേതൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് മനസ്സ് ഏകാഗ്രമാക്കി. ഡെസ്റ്റിനി പുസ്തകം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് തുറന്ന് സാറയുടെ പേര് അതിൽ തെളിഞ്ഞു വന്നതും അവന് ആശ്വാസമായി. സാറ, നാട്ടുകൂട്ട തലവന്റെ പ്രിയപുത്രി. ലെവൽ 1 ഫൈറ്റർ. ബോഡി സ്ട്രെങ്ത്, ബ്രെത്ത് ഗ്യാദറിംഗ് സ്കിൽസ്. വീക്ക്നെസ്, നമ്പർ 1 മുൻകോപകാരി ആയതിനാൽ തന്റെ മുഴുവൻ ശക്തിയും പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ കഴിയാറില്ല. നമ്പർ 2, നമ്പർ 3. അങ്ങനെ അവളുടെ കുറവുകളുടെ എണ്ണം നീണ്ടു. എന്നാൽ അതിൽ അവസാനത്തേത് ചേതന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതേ സമയം സാറ തന്റെ കൈകൾ വായുവിൽ ഉയർത്തി റൊട്ടേറ്റ് ചെയ്ത് ആ പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്തു. അവിടെയാകെ ആ ഉഗ്ര ശബ്ദം മുഴങ്ങിക്കേട്ടു. ചേതൻ കണ്ണു തുറന്നു. അവൻ പഞ്ചിങ് മെഷീനിലെ റീഡിംഗ് നോക്കി. അതിൽ 110 എന്ന് എഴുതിയിരുന്നു. 110. ഗുഡ്, നൈസ് പഞ്ച്. ചേതൻ അഭിനന്ദിച്ചു. എന്നാൽ അത് കേട്ടിട്ടും സാറയുടെ മുഖം തെളിഞ്ഞില്ല. ഒരു നാടിന്റെ തലവന്റെ മകളാണെന്നുള്ള ഗർവ് ആ ഒരു പഞ്ച് കൊണ്ട് അവൾ കാണിച്ചെങ്കിലും അതിൽ സംതൃപ്തി വരാത്തത് പോലെയായിരുന്നു അവളുടെ മുഖം. ചേതൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാൻ അവൾ അവന് നേരെ തിരിഞ്ഞു. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചേക്കാം. ചേതൻ പറയാൻ പോകുന്ന മണ്ടത്തരങ്ങൾ പിന്നീട് എല്ലാവരെയും കാണിച്ചു കൊടുക്കാമല്ലോ. അതുവഴി അവനെ നാണം കെടുത്തുകയും ചെയ്യാം. ഭൂമിയിലെ ക്യാമറ പോലെ മായിക ലോകത്ത് ഫോട്ടോ എടുക്കാനും ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് തിളങ്ങുന്ന മുത്തു പോലെയുള്ള ഒരു മാജിക്കൽ ഉപകരണമാണ്. ഈ എന്നെ കൊണ്ട് നീ ബാത്റൂം വരെ കഴിക്കുമല്ലേ? നോക്കിക്കോ, എല്ലാരും മുന്നിൽ വെച്ച് ഇതിനെല്ലാം ഞാൻ പകരം ചോദിക്കും. ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ആയിക്കോട്ടെ. പുച്ഛത്തോടെ അവൾ മനസ്സിലോർത്തു. ചേതൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. പെട്ടെന്ന് സാറയുടെ ചുറ്റും ഒരു സ്പാർക്ക് വന്നതുപോലെ തോന്നി. അപ്പോഴേക്കും അവൾ രഹസ്യമായി റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ജീവ തന്റെ 2 കൈകളും കെട്ടി സാറയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾക്ക് ചുറ്റും നടന്നു. സർ, എന്തായി ചെയ്യുന്നേ? സാറ കോപത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, ജസ്റ്റ് വാച്ചിങ് യു. ചേതൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞ് അവൾക്ക് ചുറ്റും ഒന്നുകൂടി വട്ടമിട്ട് നടന്നു. സാറയുടെ മുഖം അസാധാരണമായി ചുമന്നു. അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ചേതൻ അവളുടെ തൊട്ടു മുന്നിലായി വന്നു നിന്ന് അവളെ അടിമുടി നോക്കി. ആദ്യമായിട്ടായിരുന്നു ഒരു പുരുഷൻ അവളുടെ ഇത്ര അടുത്തായി വന്നു നിൽക്കുന്നത്. അവളുടെ മുഖം രക്തവർണമായി മാറി. അവളുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ തുടിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റത്തോടും അതിന് കാരണമായ ചേതനോടും അവൾക്ക് ദേഷ്യം തോന്നി. യു ആർ നോട്ട് വെൽ. ഗൗരവത്തോടെ ചേതൻ പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം സാറ അമ്പരന്നു. പിന്നീട് അത് ദേഷ്യത്തിലേക്ക് വഴിമാറി. നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? സുഖമില്ലെന്നോ? അതും ഈ എനിക്കോ? അതെ, നിനക്കൊരു അസുഖമുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്താ സുഖം? എന്റെ പഞ്ച് കണ്ടിട്ട് പോരായ്മകളൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ ഇല്ലാത്ത അസുഖത്തിന്റെ പേര് പറഞ്ഞ് എന്നെ അപമാനിക്കാൻ ശ്രമിക്കുവാണോ നിങ്ങൾ? സാറ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഹലോ ഹലോ, നിനക്ക് സുഖമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിന്നെ അപമാനിക്കാൻ ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ കത്തിക്കേറുന്ന കണ്ട് ചേതൻ പറഞ്ഞു. എനിക്കല്ല, നിങ്ങളുടെ തലയ്ക്കാണ് അസുഖം. സാറ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പഞ്ച് 100 പോയിന്റ്സിന് മേലെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് ചേതൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ശരീരത്തെക്കുറിച്ച് എനിക്കറിയില്ലേ? അസുഖമാണെങ്കിൽ എനിക്ക് ഇത്ര ശക്തമായി പഞ്ച് ചെയ്യാൻ പറ്റുമോ? തെല്ല അഹങ്കാരത്തോടെ സാറ ചോദിച്ചു.
നിന്റെ വയറിന്റെ ഭാഗത്ത് ഇപ്പൊ നല്ല വേദനയില്ലേ? രാത്രിയിൽ എന്നും നിന്റെ ശരീരം ഐസ് പോലെ തണുത്ത് വിറയ്ക്കാറില്ലേ? അപ്രതീക്ഷിതമായി നിന്റെ ശരീരം ചുവന്ന് തുടുക്കാറില്ലേ? ചേതൻ എണ്ണി എണ്ണി ചോദിക്കുന്നത് കേട്ട് സാറ ഞെട്ടി. ഇത് ഇതെങ്ങനെ സാറിനറിയാം? ചേതന്റെ ഏത് വാക്ക് വിശ്വസിച്ചില്ലെങ്കിലും ഇത് വിശ്വസിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം ആരോടും പറയാതെ ഇത്രയും നാളും ഈ വേദന സഹിച്ചാണ് അവൾ ജീവിച്ചത്. എപ്പോഴും രാത്രിയിൽ അവളുടെ ശരീരം തണുത്ത് വിറയ്ക്കുമായിരുന്നു. അതിന്റെ കൂടെ തന്നെ അവളുടെ അടിവയറ്റിലായി തോന്നുന്ന വേദനയും ശരീരത്തിൽ തെളിഞ്ഞു വരുന്ന കറുത്ത നിറമുള്ള ഒരു ഫ്ലവർ പാറ്റേണും അവള് മറ്റാരിലും കണ്ടിട്ടില്ല. ഇതെല്ലാം തന്റെ എന്തോ കുറവാണെന്ന അപകർഷതാബോധത്തിൽ അവൾ അത് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. പൗർണമി രാവിൽ ഈ ലക്ഷണങ്ങൾ മോശമാകും. ഒരു പുരുഷന്റെ സ്പർശനത്തിനായി അവളുടെ ശരീരം ദാഹിക്കും. ഒരുവൻ അവളുടെ തൊട്ടരികിൽ വന്നാലും അവളുടെ ശരീരം ഈ മാറ്റങ്ങൾ പ്രകടമാക്കും. ചെറിയ കുട്ടിയായതിനാൽ അവളുടെ ശരീരത്തിന്റെ മാറ്റങ്ങൾ മനസ്സിന് ഉൾക്കൊള്ളാൻ ആവുന്നില്ലായിരുന്നു. ഇതെല്ലാം ഡെസ്റ്റിനി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിനക്ക് വരുന്നത് വേദനയല്ല സാറാ, അത് നിനക്ക് മനസ്സിലാവാൻ കുറച്ച് നാളുകൾ കഴിയണം. നീ ഇപ്പൊ പേടിക്കണ്ട, ഇതിൽ നിന്ന് മുക്തി നേടാൻ ഞാൻ നിന്നെ സഹായിക്കാം, ചേതൻ അവളോട് പറഞ്ഞു. ഡെസ്റ്റിനി പുസ്തകത്തിൽ എഴുതിയിരുന്നതനുസരിച്ച് പകൽ സൂര്യന്റെ വെളിച്ചത്തിൽ അവളുടെ ശക്തികൾ ഏറ്റവും മികച്ച ലെവലിലായിരിക്കും. എന്നാൽ രാത്രിയിൽ അവളുടെ ശക്തികൾ ക്ഷയിക്കും. ഈ പ്രശ്നത്തിനൊരു പ്രതിവിധി കണ്ടെത്താൻ കൂടിയായിരുന്നു സാറ അക്കാദമിയിൽ ചേരാൻ തീരുമാനിച്ചത്. എന്നാലും സാർ ഇതെങ്ങനെ മനസ്സിലാക്കി? താൻ ഇത്ര രഹസ്യമാക്കി വെച്ച കാര്യം പരിചയപ്പെട്ട ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചേതൻ എങ്ങനെ മനസ്സിലാക്കിയെന്നത് അവൾക്ക് അത്ഭുതമായിരുന്നു. ഞാനൊരു പ്രൊഫസറാണ് സാറാ, നിന്റെ ഒരു പഞ്ച് കൊണ്ട് തന്നെ നിന്റെ ജാതകം വരെ എനിക്ക് മനസ്സിലാവും, ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ അതെല്ലാം ആ ഡെസ്റ്റിനി പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ്. ഒരാളുടെ കുറവുകൾ അവർക്കറിയില്ലെങ്കിൽ പോലും അത് ഡെസ്റ്റിനി പുസ്തകത്തിന് അറിയാമായിരുന്നു. അവളുടെ ഹോർമോൺ പ്രശ്നമാണ് പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ കാരണം. ഈ ദേഷ്യം തന്നെയാണ് ഫൈറ്റ് ചെയ്യുമ്പോൾ അവളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുന്നതിൽ നിന്നും അവളെ തടയുന്നതും. ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചേതനെ പോലൊരു സാറിന് ഇതിൽ തന്നെ സഹായിക്കുമെന്ന് അവൾ ചിന്തിച്ചില്ല. എന്നാലും ഇത്ര കഴിവുള്ള ഒരാൾ എങ്ങനെയാണ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയത്? അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. വലിയ കഴിവുള്ള ആളുകളൊക്കെ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ, അവരുടെ ശരിക്കുള്ള പവർ പുറത്തു കാണിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞവൾ നെടുവീർപ്പെട്ടു. പെട്ടെന്നാണ് താൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നവൾക്ക് ഓർമ്മ വന്നത്. ചേതനെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ അതിലുള്ളത് അവളുടെ അസുഖത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. അയ്യോ, ഇനി എന്താ ചെയ്യാ? എന്റെ കുറവുകള് മറ്റാരും അറിയരുത് എന്ന് ചിന്തിച്ച് വേഗം തന്നെ അത് നിലത്തിട്ട് ചവിട്ടി പൊട്ടിച്ചു. അതുവരെ കോപത്തിലിരുന്നവൾ മെല്ലെ തണുത്തു. സാർ, ഇതിന്റെ പ്രതിവിധി കൂടി എനിക്ക് പറഞ്ഞു തരൂ? അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി. അപ്പോഴാണ് പുറത്തു നിന്നും ഒരു ഗാംഭീര്യമുള്ള ശബ്ദം അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. സാറാ മേഡം എന്ന് വിളിച്ചുകൊണ്ട് മധ്യവയസ്കനായ ഒരാൾ അവൾക്ക് മുമ്പിൽ വണങ്ങി നിന്നു. സാറയുടെ കാര്യസ്ഥൻ അഞ്ഞൂറാനായിരുന്നു അത്. താൻ ഇതുവരെ ഇവിടുന്ന് പോയില്ലേ? സാറ സംശയത്തോടെ തിരക്കി. പോകാൻ ഒരുങ്ങിയതാണ് മാഡം, പക്ഷേ ഇവിടെയുള്ള ഏതോ ടീച്ചർ മാഡത്തെ കൊണ്ട് ബാത്റൂം വരെ കഴിച്ചു എന്ന് കേട്ടപ്പോ എനിക്ക് ദേഷ്യം അടക്കാനായില്ല. അതന്വേഷിക്കാൻ തിരികെ വന്നതാണ് ഞാൻ. അഞ്ഞൂറാൻ കോപത്തോടെ പറഞ്ഞു. ഇവനാണോ അവൻ? അഞ്ഞൂറാൻ ചേതന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? സാറാ മേഡം ഇവിടുത്തെ നാട്ടുതലവന്റെ മകളാണ്. ആ മാഡത്തോട് ബാത്റൂം കഴുകാൻ പറയാൻ നീ വളർന്നോ? ഒരു വേസ്റ്റ് ടീച്ചറായ നിനക്ക് ഇത് പറയാൻ എന്ത് അധികാരമാണുള്ളത്? അയാൾ ചേതനോട് തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു. ഏതാ ഈ പുതിയ ദുരന്തം? ഈ തടിമാടിന്റെ ഒരടിക്ക് കാണില്ല ഞാൻ. ഇവിടെ ബാക്കിയുള്ളവർ ഉള്ള പ്രശ്നം തീർക്കാൻ നോക്കുമ്പോഴാണ് അടുത്ത കുരിശ്. ചേതൻ മനസ്സിലോർത്തു. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഞാനാണ് ചേതൻ സാറിന് എന്റെ പ്രൊഫസറായി തെരഞ്ഞെടുത്തത്. നിങ്ങൾ ഇപ്പോ ഇവിടെ വെറുതെ ഒരു സീനുണ്ടാക്കുന്ന എന്തിനാ? സാറ തന്റെ കാല് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ മേഡം ഈ പറയുന്നേ? മേഡമാണ് ഇവനെ സെലക്ട് ചെയ്തതെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവന് മാഡത്തിന് ഗൈഡ് ചെയ്യാൻ കഴിയുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? അഞ്ഞൂറാൻ അങ്കലാപ്പോടെ അവളോട് ചോദിച്ചു. മര്യാദയ്ക്ക് മാഡത്തിന് നിന്റെ ട്രെയിനിങ് റിലീസ് ചെയ്തോ? അതാണ് നിനക്ക് നല്ലത്. നീ കാരണം ഒരു കുട്ടി മരിച്ചത് വരെ എനിക്കറിയാം. മര്യാദയ്ക്ക് മാഡത്തെ വിട്ടില്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറഞ്ഞ് നിന്റെ ജോലി തെറിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. അയാൾ ഭീഷണിപ്പെടുത്തി. ചേതൻ ഇതെല്ലാം കേട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിന്നു. അഞ്ഞൂറാൻ നിർത്ത്,
എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ? വെറുതെ ഒച്ചപ്പാടാക്കല്ലേ. സാറ അയാളെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം മാഡം, എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. മാഡത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഇവൻ ആരാണ് എന്ന് പറഞ്ഞ് അഞ്ഞൂറാ തിരിഞ്ഞതും നിലത്ത് തകർന്നു കിടക്കുന്ന റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാഡം ഇത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിനർത്ഥം ഇവിടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അത് മറയ്ക്കാനാണ് ഈ ചെയ്ത ശ്രമിക്കുന്നത്. അയാൾ തെറ്റിദ്ധരിച്ചു. കോപം മരിച്ചു കയറി അയാളുടെ കണ്ണുകൾ ചുവന്നു. നീ എന്റെ മാഡത്തെ എന്താണ് ചെയ്തത്? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നലറി അയാൾ വായുവിൽ തന്നെ കൈ ചുഴറ്റി മുന്നോട്ട് തള്ളിയതും ചുറ്റും കൂടി നിന്നവർക്കെല്ലാം ഭൂമിവൽക്കം വന്നതുപോലെ അനുഭവപ്പെട്ടു. അധ്യായം 7. താൻ എന്താണ് ഈ പറയുന്നേ? സാറയ്ക്കില്ലാത്ത പ്രശ്നം തനിക്കെന്തിനാ? ചേതൻ കാര്യസ്ഥൻ അഞ്ഞൂറാനോട് ചോദിച്ചു. സാറ തന്നെയാണ് റെക്കോർഡിംഗ് ഉപകരണം പൊട്ടിച്ചതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ചേതൻ സാറേ എന്തോ ചെയ്തിട്ടുണ്ടെന്നും അത് മറയ്ക്കാനാണ് അവൻ അത് നശിപ്പിച്ചതെന്നുമാണ് പാവം അഞ്ഞൂറാൻ വിചാരിച്ചിരുന്നത്. അയാളോട് സത്യം പറഞ്ഞ് തന്റെ രഹസ്യം പുറത്താക്കാനും സാറ തയ്യാറായിരുന്നില്ല. എന്തൊക്കെ വന്നാലും തന്റെ അഭിമാനം വിട്ട് സാറയ്ക്കൊരു കളിയില്ല. നീ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു, എന്താ അവിടെ ഉണ്ടായത്? എങ്ങനെയാണ് പൊട്ടിയത്? അഞ്ഞൂറാൻ ദേഷ്യത്തിൽ തിരക്കി. ഈ കിളവിനത് എന്തിന്റെ കേടാണ്? മനുഷ്യൻ എങ്ങനെയെങ്കിലും തന്റെ അസുഖത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് ഓർക്കുമ്പോഴാണ് ഈ കിളവിന് ഇതെല്ലാം കുളമാക്കുന്ന തോന്നുന്നത്. സാറ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്തിച്ചു. എടോ നിർത്തടോ, ഇങ്ങനെയാണ് ഒരു പ്രൊഫസറിനോട് പെരുമാറേണ്ടത്? തന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി തന്നെ എന്റെ കൂടെ അക്കാഡമിയിലേക്ക് കൊണ്ടുവരില്ല, സാറ അഞ്ഞൂറാനോട് പറഞ്ഞു. അത് കേട്ടതോടെ അഞ്ഞൂറാൻ തലകുനിച്ച് മിണ്ടാതെ നിന്നു. സാറയെ പിണക്കിയാൽ അത് തന്റെ ജോലിയെ തന്നെ ബാധിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. സോറി സാർ, സാർ ഇതൊന്നും കാര്യമായി എടുക്കണ്ട, അവൾ ചേതനെ നോക്കി പറഞ്ഞു. ചേതനൊന്ന് മൂടി. അവൾ ആശ്വാസത്തോടെ അഞ്ഞൂറാന്റെ അടുത്തേക്ക് പോയി. ക്ലാസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പൊ വാ പോവാം. അവൾ അയാളെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. അഞ്ഞൂറാൻ ഒന്ന് തിരിഞ്ഞ് ഒരു താക്കീത് കൊടുക്കും പോലെ ചേതനെ നോക്കിയ ശേഷം സാറയുടെ കൂടെ പോയി. ഹാവൂ, അങ്ങനെ ആ കുരിശ് പോയി കിട്ടി. ചേതൻ നെടുവീർപ്പിട്ടു. ഓരോരുത്തർ വന്നു ഓരോന്നാണല്ലോ പറയുന്നത്. ദൈവമേ, ഇത്ര വലിയൊരു പോക്കിയായിരുന്നു ഈ ചേതൻ. ജഗൻ ഒരു നെടുവീർപ്പോടെ ഓർത്തു. ഇന്ന് ബാക്കിയുള്ള സമയം കൊണ്ട് വേറെയും കുട്ടികളെ ചേർത്താലോ എന്നവൻ ആലോചിച്ചു. അക്കാദമിയിലെ ടീച്ചേഴ്സിന് പല ലെവലുകൾ ഉണ്ടായിരുന്നു. അതവർ അവരുടെ വിദ്യാർത്ഥികൾ അനുസരിച്ചായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഓരോ ടീച്ചേഴ്സിന് കീഴിലുള്ള കുട്ടികളുടെ നിലയും അവരുടെ ഫൈറ്റർ ലെവൽ, ബോഡി സ്ട്രെങ്ത് എന്നിവ അനുസരിച്ചുമായിരുന്നു ടീച്ചേഴ്സിന്റെ ലെവൽ കണക്കാക്കിയിരുന്നത്. ലെവൽ ഉയർന്നതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ബഹുമാനവും കൂടും. ഇപ്പോൾ ചേതന്റെ കീഴിൽ മൊത്തം 3 സ്റ്റുഡൻസ് ഉണ്ട്. അത് വെച്ച് തന്റെ ജോലി പോകാതെ പ്രൊഫസർ എന്ന പേര് നിലനിർത്താമെങ്കിലും ലെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ ഇനിയും സ്റ്റുഡൻസ് ആവശ്യമായിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ അക്കാദമിയെ കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ അലക്സ് വഴി അവൻ മനസ്സിലാക്കിയിരുന്നു. ഇല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും താൻ പരിഹാരമാവുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സമയം അക്കാദമിയുടെ എൻട്രൻസിൽ ഒരു കുട്ടി അവന്റെ സഹോദരനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എഡ്വിൻ സാറും സിബി സാറും മാത്രമല്ലേ നിന്നെ റിജക്ട് ചെയ്തുള്ളൂ, ഇവിടെ വേറെ ടീച്ചേഴ്സ് ഉണ്ടല്ലോടാ. അമൽ, നീ സെലക്ട് ആയതുകൊണ്ട് എന്റെ വിഷമം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല, അമലിന്റെ സഹോദരൻ ആനന്ദ് അവനോട് പറഞ്ഞു. ഞാൻ പറയുന്നത് കേക്ക്, ഇവിടെ വേറെ പ്രൊഫസേഴ്സ് ഉണ്ട്, വേറെ ആയോധന മുറകളും ഉണ്ട്. അതില് ഏതെങ്കിലും ഒന്നിൽ നീ എന്തായാലും സെലക്ട് ആവും. അമൽ അവന്റെ തോളിൽ തട്ടി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിഷമം പോവില്ല. നമ്മൾ കുഞ്ഞിലെ മുതൽ ഒരുമിച്ചല്ലേ ശൂല ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിപ്പോ എന്റെ ശരീരത്തിലൊരു ഭാഗം പോലെയാണ്. അപ്പോ പെട്ടെന്നൊന്നത് മാറ്റി വേറൊന്നും ഉപയോഗിക്കാൻ പറഞ്ഞാ എനിക്ക് പറ്റില്ല. നീ ആഗ്രഹിച്ച പോലെ സിബി സാറിനെ നിനക്ക് കിട്ടിയില്ലേ? അയാളല്ലേ ഈ കാറ്റഗറിയിലെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാർ. ആ സാർ എന്നെ റിജക്ട് ചെയ്തു. ഞാനിനി എന്താ ചെയ്യാ? ആനന്ദിന് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ഡാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സിനും ഓരോന്നിലാണ് ടാലന്റ്. ഒരാൾക്ക് ഡ്രാഗർ ഉപയോഗിക്കാനാണെങ്കിൽ വേറൊരാൾക്ക് ട്രൈഡന്റിലായിരിക്കും. സിബി സാറിനെ പോലെ ട്രൈഡന്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് കാണും. നമുക്ക് അന്വേഷിച്ചു നോക്കാം. വാ, ആദ്യം കാണുന്ന ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങാം. അമൽ അവനോട് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു.
ഞാനില്ലടാ, എന്റെ മൂഡ് ശരിയല്ല. ആനന്ദ് മനസ്സ് മടുത്തതുപോലെ പറഞ്ഞു. അമലിന്റെ കൈ തട്ടി മാറ്റി. പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ അന്വേഷിക്കുന്ന പോലെ നല്ലൊരു ടീച്ചർ അവിടെ വേറെയും ഉണ്ടെങ്കിലോ? അമൽ അവനോട് കെഞ്ചി. അവൻ ആനന്ദിന്റെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നു. ഇത്തവണ ആനന്ദ് എതിർപ്പൊന്നും കാണിച്ചില്ല. അവർ ആദ്യം കണ്ട ക്ലാസ് റൂമിലേക്ക് കയറി. എങ്ങനെ പുതിയ കുട്ടികളെ ചേർക്കാമെന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന ചേതന്റെ ക്ലാസ്സിലേക്കായിരുന്നു അവർ ചെന്നത്. ഹായ് സർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഇരുവരും ഗ്രീറ്റ് ചെയ്തു. ചേതൻ അവരെ കണ്ടതും സംശയത്തോടൊന്ന് മൂടി. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്നാ തോന്നേ. ചേതൻ മനസ്സിലോർത്തു. പ്രൊഫസറെ നോക്കി വന്നാണോ? അവൻ അവരോട് തിരക്കി. അതെ സർ, ഞാൻ അമൽ. ഇതെന്റെ സഹോദരൻ ആനന്ദ്. ഇവന് നന്നായി ട്രൈഡന്റ് ഉപയോഗിക്കാൻ അറിയാം. ഞങ്ങളുടെ നാട്ടിൽ ഇവന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആരുമില്ല. സാറിന് ഇവനെ... അമൽ പറഞ്ഞു തീർന്നതിന് മുൻപ് ആനന്ദ് അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനോട് മെല്ലെ പിറുപിറുത്തു. നീ ക്ലാസ് റൂം നോക്ക്. ഈ അക്കാദമിയിലെ ടീച്ചറിന്റെ ലെവൽ അനുസരിച്ചാണ് ഓരോരുത്തർക്കും റൂം കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. സിബി സാറിന്റെ ക്ലാസ് ഒക്കെ ഒരു പ്ലേ ഗ്രൗണ്ട് അത്രയുണ്ട്. ഇതെത്ര ചെറുതാണെന്ന് നോക്കിക്കേ. ഇവിടെ കൂടിപ്പോയാ ഒരു 10 പേർക്കിരിക്കാം. മിക്കവാറും ഇയാൾ തല്ലിപ്പൊളി ആവാനാ സാധ്യത. എടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അമൽ അവനോട് പറഞ്ഞു. പക്ഷേ ആനന്ദ് അത്ര താല്പര്യം കാണിച്ചില്ല. അവരുടെ സംസാരം ശ്രദ്ധിച്ച ചേതന് എന്തോ പന്തികേട് മണത്തു. ഒരു കാര്യം ചെയ്, നീ ട്രൈഡന്റ് യൂസ് ചെയ്ത് കാണിക്കേ, ഞാൻ നോക്കട്ടെ. അവരുടെ സംസാരം നിർത്തിക്കാനായി ചേതൻ പറഞ്ഞു. ആനന്ദ്, ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് ട്രൈ ചെയ്തെന്ന് കരുതി ഒന്നും പറ്റില്ലല്ലോ. ഈ സാർ സെറ്റായില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം, അമൽ വീണ്ടും പറഞ്ഞു. വേറെ വഴികളില്ലാതെ അവൻ ഒടുവിൽ അതിന് സമ്മതിച്ചു. തന്റെ കഴിവ് കാണിക്കാൻ തയ്യാറായി. അവൻ തന്റെ ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചു. അവന്റെ ട്രൈഡന്റിന്റെ വെവ്വേറെ ആയിരുന്ന ഭാഗങ്ങൾ ജോയിൻ ചെയ്ത് ഒരു വലിയ ട്രൈഡന്റ് ആക്കി മാറ്റി. ട്രൈഡന്റിന്റെ മുനഭാഗം ഒരു കത്തി പോലെ കൂർത്തിരുന്നു. അവനത് ശക്തിയിൽ നിലത്തേക്ക് കുത്തിയതും ഭൂമിയാകെ പ്രകമ്പനം കൊണ്ടു. കാറ്റ് ആഞ്ഞു വീശി. അതിന്റെ ശബ്ദം ഏവരുടെയും ചെവിയിൽ മുഴങ്ങിക്കേട്ടു. ചേതൻ തന്റെ കൈ കെട്ടി നിന്നുകൊണ്ട് അവന്റെ പ്രകടനം സൂക്ഷ്മമായി വീക്ഷിച്ചു. ആനന്ദ്, നിന്റെ പവർ എന്താന്ന് കാണിക്കേ, അമൽ സൈഡിൽ നിന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ ട്രൈഡന്റ് തന്റെ തലയ്ക്ക് മേലെ ഉയർത്തി അതിനൊന്ന് കറക്കിയതും ഒരു ചുഴലിക്കാറ്റ് അവന് ചുറ്റും രൂപം കൊണ്ടു. അവൻ ട്രൈഡന്റ് ആഞ്ഞ് നിലത്തേക്ക് കുത്തി. അതിന്റെ ശക്തിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറ തെറിച്ച് കൽത്തൂണിലും തട്ടി. അതിലെ സ്ക്രീനിൽ 110 എന്ന് റീഡിംഗ് കാണിച്ചു. സാധാരണ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. ലെവൽ 1 ഫൈറ്റേഴ്സിൽ പീക്ക് ലെവലിൽ നിൽക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ഒന്ന്. ആനന്ദ് എത്ര പവർഫുൾ ആണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവന്റെ പ്രകടനത്തിൽ ആകെ ഇംപ്രസ്ഡ് ആയി നിൽക്കുന്ന ചേതനെ കണ്ടതും ആനന്ദിന് അഭിമാനം തോന്നി. ഓ, that was amazing. You did well. അമൽ അവനെ പുകഴ്ത്തി. ആനന്ദ് ഒരു ചിരിയോടെ തലയാട്ടി. എന്നിട്ട് ട്രൈഡന്റ് ഓരോ പാർട്സായി ഊരി മാറ്റിവെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചേതൻ തന്റെ കണ്ണടച്ച് ഡെസ്റ്റിനി പുസ്തകത്തെക്കുറിച്ച് മനസ്സിലോർത്തു. അവന്റെ ഉള്ളിലെ മായ ലൈബ്രറി തുറക്കപ്പെട്ടു. അതിൽ അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒപ്പിയെടുത്ത ശേഷം തന്റെ കണ്ണുകൾ തുറന്നു. അവൻ നേരെ ആനന്ദിന്റെ മുന്നിൽ ചെന്ന് നിന്നു. നിന്റെ പഞ്ച് കൊള്ളാം, പക്ഷേ ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. തന്റെ പഞ്ചിന്റെ പോരായ്മകൾ പറയുമെന്ന് പ്രതീക്ഷിച്ച ആനന്ദിനെ ഞെട്ടിച്ചുകൊണ്ട്, നീ ഒരു പെണ്ണ് കാരണം നാണം കെട്ടിട്ടുണ്ട്. അതിപ്പോഴും നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ചേതൻ പറഞ്ഞു. താൻ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെന്നും അവൾ കാരണം കൂട്ടുകാരുടെ മുന്നിൽ നാണം കഴിയേണ്ടി വന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ അതെങ്ങനെ സാറിന് അറിയാമെന്ന് ആനന്ദ് സംശയത്തോടെ ചിന്തിച്ചു. ഈ കാര്യത്തെക്കുറിച്ച് തന്റെ സഹോദരനായ അമലിന് പോലും അറിയില്ലായിരുന്നു. അവൻ ആകെ പരിങ്ങല്ലായി. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ചേതൻ ചോദിച്ചു. ആനന്ദ് അത് സമ്മതിച്ചുകൊണ്ട് തല കുനിച്ചു നിന്നു. അത് കണ്ട അമൽ ആശ്ചര്യത്തോടെ അവന് നേരെ തിരിഞ്ഞു. ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആനന്ദ് അവനെ നോക്കിയതല്ലാതെ അവനോടൊന്നും പറഞ്ഞില്ല. സാർ, പക്ഷെ അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ, അതെല്ലാം സാറിന് എങ്ങനെ അറിയാം? ആനന്ദ് ചേതനോട് ചോദിച്ചു. അതുപോട്ടെ, തന്റെ പഴയ പ്രണയവും അതിൽ നിന്നുണ്ടായ നാണക്കേടും ഈ ട്രൈഡന്റ് ഉപയോഗിക്കുന്ന രീതിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവന് സംശയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ബന്ധമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ആ സംഭവം നിന്റെ മനസ്സിൽ നിന്നും ഇതുവരെ പോയിട്ടില്ല. ട്രൈഡന്റ് ആണ് നിന്റെ സ്ട്രെങ്ത്. അത് ഉപയോഗിക്കുമ്പോൾ നിന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. ഒരു ചെറിയ കാര്യം പോലും
നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെർഫോമൻസിനെ ബാധിക്കും. ആ സംഭവത്തിന് ശേഷം നിന്റെ ഉള്ളിൽ ഒരു ഭയം കടന്നുകൂടിയിട്ടുണ്ട്. അത് വളർന്നു വരുന്നത് നീ ട്രൈഡന്റ് പിടിക്കുന്ന രീതിയിൽ തന്നെ കാണാനുണ്ട് എന്ന് ചേതൻ പറഞ്ഞതും, സാർ എന്താ ഈ പറയുന്നേ? എന്റെ ട്രൈഡന്റ് പിടിക്കുന്ന രീതി കണ്ട് സാർ എന്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയെന്നോ? വിശ്വാസം വരാതെ ആനന്ദ് ചോദിച്ചു. ചേതൻ പറഞ്ഞതുപോലെ ആത്മവിശ്വാസത്തോടെ ട്രൈഡന്റ് യൂസ് ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആനന്ദിന്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അവന്റെ അതിന് വിള്ളൽ വീണു. എന്തെന്നറിയാത്ത ഒരു ഭയം അവനിൽ ഉടലെടുത്തു. പക്ഷേ അത് അവന്റെ ഫിസിക്കൽ പവറിനെ ബാധിക്കുന്നതായി അവന് മനസ്സിലായിരുന്നില്ല. അതിനാൽ ചേതന്റെ വാക്കുകൾ അവൻ അവിശ്വസനീയമായി തോന്നി. പക്ഷേ ചേതന്റെ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേക തിളക്കമുള്ളതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. എന്തോ ഒന്ന് അവനെ മറ്റ് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പോലെ. എന്തിന് സിബിസാർ ആനന്ദിനെ സെലക്ട് ചെയ്യാതിരുന്നത്? അവൻ ട്രൈഡന്റ് പിടിക്കുന്ന രീതി കണ്ടിട്ടാണ്. പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അത് പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. ഈ അക്കാദമിയിലെ ട്രൈഡന്റ് കാറ്റഗറിയിൽ ഏറ്റവും മികച്ച അധ്യാപകനായ സിബിസാറിന് പോലും സാധിക്കാത്തത് എങ്ങനെയാണ് ചേതന് സാധിച്ചത്? അവനീ ചെയ്തത് ഒരു സാധാരണ കാര്യമല്ലെന്ന് ഇരുവർക്കും മനസ്സിലായിരുന്നു. നിങ്ങൾ അധികം ആലോചിച്ച് തലവയ്ക്കണ്ട, ഇതൊക്കെ നിസ്സാര കാര്യമാണ് എന്ന് ചേതൻ ലാഘവത്തോടെ പറഞ്ഞു. നീ നിന്റെ ഉള്ളിൽ അനാവശ്യ ഭയമെല്ലാം മാറ്റി ആത്മവിശ്വാസത്തോടെ പെർഫോം ചെയ്താ നിന്റെ കഴിവുകൾ മുഴുവനും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ട്രൈഡന്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ചേതൻ പറഞ്ഞത് കേട്ടതും അമൽ അവനെ കണ്ണും മിഴിച്ചു നോക്കി. സാർ എങ്ങനെയാ ഇതൊക്കെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് പറയുന്നേ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനും ട്രൈഡന്റ് യൂസ് ചെയ്ത് കാണിക്കട്ടെ, എന്റെ കുറവുകളൊന്ന് പറയോ? അതുവരെ കാഴ്ചക്കാരനായി നിന്നിരുന്ന അമൽ ചോദിച്ചു. ചേതന്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ അമൽ തന്റെ ട്രൈഡന്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ ആനന്ദിനേക്കാൾ മികച്ചതായി പെർഫോം ചെയ്തു. സിബിസാർ അവനെ സെലക്ട് ചെയ്തതിൽ യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല. അവൻ ട്രൈഡന്റ് ചലിപ്പിക്കുന്നതിനനുസരിച്ച് കാറ്റ് ആ ദിശയിൽ നീങ്ങി. അത് നിലത്തേക്ക് ആഞ്ഞുകുത്തി അവൻ നിവർന്നു നിന്നു. എന്നിരുന്നാലും അവന്റെ പെർഫോമൻസ് പൂർണ്ണമായും ശരിയാണെന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു. അതിന് ചില കുറവുകളുണ്ടായിരുന്നു. ചേതൻ തന്റെ മനസ്സ് ഏകാഗ്രമാക്കി കണ്ണുകൾ അടച്ച് കുറച്ചു സമയം നിന്ന ശേഷം അമലിനോട് സംസാരിക്കാൻ തുടങ്ങി. നിന്റെ സ്റ്റൊമക്ക് വീക്കാണ്. നിനക്ക് രാവിലെ മുതല് ഫുഡ് പോയ്സണിങ് ആയിരുന്നില്ലേ? ആനന്ദും അമലും അമ്പരന്ന് പരസ്പരം നോക്കി. എന്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് വയറിന് സുഖമില്ലെന്നൊക്കെ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? അമൽ ഞെട്ടലോട് ചോദിച്ചു. അമലിന് രാവിലെ വയറിന് സുഖമില്ലായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. സാറിന്റെ മുഖത്തുള്ളത് കണ്ണാണോ അതോ സ്കാനറാണോ? അടി തൊട്ട് മുടി വരെയുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, അമൽ അത്ഭുതത്തോടെ ചോദിച്ചു. അത് കേട്ടതും പവർ ഡെസ്റ്റിനി പുസ്തകത്തിനാണെങ്കിലും ക്രെഡിറ്റ് തനിക്കാണല്ലോ എന്നോർത്ത് അവൻ കുസൃതിയോടെ ചിരിച്ചു. ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലോർത്ത് ചേതൻ പറഞ്ഞു. ഇനി നിങ്ങൾ ഞാൻ ഗൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്റെ സ്റ്റുഡന്റ് ആണ് സർ. ഈ നിമിഷം മുതൽ ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ആനന്ദ് മറിച്ചൊന്നും ആലോചിക്കാതെ ചേതന്റെ അടുത്ത് വന്ന് തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ ചിരിച്ചുകൊണ്ട് അവന്റെ ചുമലിൽ തട്ടി. പോക്കറ്റിൽ നിന്നും ID കാർഡ് എടുത്ത് അതിൽ തന്റെ രക്തം പതിപ്പിച്ച് ആനന്ദിന് നേരെ നീട്ടി. സന്തോഷത്തോടെ ആനന്ദും തന്റെ രക്തം അതിലാക്കി അവരുടെ ബന്ധം ഔദ്യോഗികമായി ഉറപ്പിച്ചു. പുത്തൻ പ്രതീക്ഷകളാൽ അവർ രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു. ആനന്ദിനെ സ്നേഹത്തോടെ ചേതൻ നോക്കി. നീ ആരോടും പറയാതിരുന്നുകൊണ്ടാണ് നിന്റെ മനസ്സിൽ കിടന്ന് ഇത് ഇത്രയും വലിയൊരു പ്രശ്നമായി മാറിയത്. ഇപ്പോ ഈ കാര്യം എനിക്ക് കൂടെ അറിയാമെന്ന് അറിഞ്ഞപ്പോ നിനക്കൊരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ തോന്നില്ലേ? ആനന്ദിന്റെ തലയിൽ കൈവച്ച് അവൻ ചോദിച്ചു. സാറ് പറഞ്ഞാൽ ശരിയാണ്, ഒരു വലിയ മഴ പെയ്തൊഴിഞ്ഞ സുഖം. അവൻ മനസ്സിലോർത്തുകൊണ്ട് അതെ എന്ന് തലയാട്ടി. ചേതൻ ചിരിച്ചു. ഇനി നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി, അവൻ പറഞ്ഞു. ആനന്ദ് തന്റെ ശൂലമെടുത്ത് കയ്യിൽ ഒന്ന് കറക്കി ആ കൽത്തൂണിൽ ആഞ്ഞു കുത്തിയതും അതിൽ 235 എന്ന് റീഡിംഗ് കാണിച്ചു. അവന് തന്റെ സന്തോഷം അടക്കാനായില്ല. താങ്ക് യു സോ മച്ച്. എന്നാൽ ഇത് കണ്ട് അമലിന്റെ മുഖം ഒന്ന് വാടാതിരുന്നില്ല. തന്റെ അനിയന് നല്ലൊരു ടീച്ചറിനെ കിട്ടിയെങ്കിലും താൻ സിബിസാറിനെ തെരഞ്ഞെടുത്തത് തെറ്റായ തീരുമാനമായിരുന്നു എന്നവൻ ചിന്തിച്ചുപോയി. സിബിസാറിനും തന്റെ ട്രെയിനിങ് കൊണ്ട് ഒരു കുട്ടിയുടെ കഴിവിൽ മുന്നേറ്റം ഉണ്ടാക്കാനാവുമെങ്കിലും ഈ സാറിന് എത്ര വരില്ല എന്നവന് തോന്നി. ഇത്രയും കഴിവുള്ള ഒരു അധ്യാപകൻ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് താൻ അയാളെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല എന്ന് അമൽ ചിന്തിച്ചു. സാറിന്റെ പേര് പോലും എന്താണെന്ന് ഇതുവരെ ചോദിച്ചില്ല എന്ന് അപ്പോഴാണ് അവൻ ഓർത്തത്. സാറിന്റെ പേരെന്താ? കൗതുകത്തോടെ അവൻ ആരാഞ്ഞു. അപ്പോഴാണ് ഇക്കാര്യത്തെക്കുറിച്ച് ആനന്ദം ഓർത്തത്.
തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ മിടുക്കനായ അധ്യാപകൻ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ആനന്ദ് ശ്രദ്ധയോടെ നോക്കി നിന്നു. ഞാൻ ചേതൻ. ചേതനോ? അതിവിടുത്തെ ഏറ്റവും മോശമായ ടീച്ചറാണെന്നാണല്ലോ ആളുകൾ പറഞ്ഞു കേട്ടത്. അമൽ മനസ്സിൽ പറഞ്ഞു. അക്കാദമിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചേതന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അവന്റെ കീഴിൽ മാത്രം ചേരാൻ പാടില്ല എന്ന് പലരും അവന് ഉപദേശിച്ചിരുന്നു. ഇവിടെ വേറെ ഏതെങ്കിലും ചേതനുണ്ടോ? ഒരു വഷളനായ അധ്യാപകൻ? അമൽ സംശയത്തോടെ തിരക്കി. അതെ, ആ വഷളൻ ചേതൻ തന്നെയാണ് ഞാൻ. ചേതൻ ഒരു ചിരിയോടെ അവരോട് പറഞ്ഞു. ചേതൻ പറഞ്ഞത് കേട്ടതും എല്ലാവരും അവനോട് പറഞ്ഞ കാര്യങ്ങളാണ് ആനന്ദിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. ചേതനോ? അവനൊരു കുടിയനാണ്, വായി നോക്കി. അവൻ ഈ സ്കൂളിലെ തന്നെ വേഴ്സ്റ്റ് ടീച്ചറാണ്. എലിജിബിലിറ്റി ടെസ്റ്റിൽ 0 വാങ്ങിയ ഒരുത്തൻ. ആരുടെ അടുത്ത് ചേരാൻ പോയാലും അവന്റെ അടുത്ത് മാത്രം ചേരരുതേ. അങ്ങനെ പലരുടെയും പല പല ഉപദേശങ്ങൾ. ചേതൻ ഒരു വേഴ്സ്റ്റ് ടീച്ചർ ഒന്നുമല്ല. അവന്റെ കഴിവ് അവർ നേരിട്ട് കണ്ടതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ചേതനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ചോദ്യം ഇരുവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിന്നു. ഇനി സാറിനോട് അസൂയ തോന്നുന്നവർ പറഞ്ഞുണ്ടാക്കുന്നതാണോ ഇതൊക്കെ? ആനന്ദ് ചിന്തിച്ചു. അവനിൽ അതോർക്കെ കോപം നിറഞ്ഞിരുന്നു. സാറിനോട് ദേഷ്യമുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കോ ഇതൊക്കെ? ആനന്ദ് തന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ലട മോനെ, ഉള്ളത് തന്നെയാ. അറിയാത്തവര് പോലും ഇങ്ങനെ പറഞ്ഞു നടക്കണമെങ്കിലേ ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും. ചേതന്റെ ഉള്ളിലുള്ള ജഗൻ ഓർത്തു. എത്ര സുന്ദരമായി ഭൂമിയിൽ ജീവിച്ച ഞാനാണ് ഇവിടെ ഇപ്പോ ഏതോ ഗ്രഹത്തിൽ ഏതോ ഒരുത്തിന്റെ ഉള്ളിലിരുന്ന് അവന് നല്ല പേരുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നത്. വേറെ എത്ര എത്ര നല്ല മനുഷ്യന്മാരായി പുനർജനിക്കാം. ഹോ, ഞാൻ വന്നുപെട്ടത് ഒരു ലോക തോൽവിയുടെ ബോഡിയിലായി പോയല്ലോ. എന്റെ പൊന്നച്ച. ചേതൻ ഒരു നെടുവീർപ്പോടെ മനസ്സിൽ പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും താനിപ്പോൾ ആ പഴയ ജഗനല്ല. തന്റെ ജീവിതം ഇപ്പോൾ ഇവിടെയാണ്. ഇവിടെ ഈ ചേതനായിട്ട് നല്ലൊരാളായി ജീവിച്ച് ഇപ്പോൾ മോശം പറയുന്ന ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാറാണ് ഇന്നു മുതൽ എന്റെ പ്രൊഫസർ, എന്റെ ഹീറോ. ചേതൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട ആനന്ദ് ഉറപ്പിച്ചു പറഞ്ഞു. നാളെ മുതൽ നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് കേട്ടതും ആനന്ദ് അവനെ വണങ്ങി അമലിന്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് പോയി. അവർ പോയതും ചേതന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എങ്ങനെയോ 4 പിള്ളേരെ ചേർത്തു. ഇത് മതി. ഗുഡ് ജോബ് ജഗൻ. തനിയെ വന്നവൾ മേഘ. പന്തയത്തിൽ കിട്ടിയത് ഋഷി. തന്നെ വെല്ലുവിളിക്കാൻ വന്നവൾ സാറ. ദാ ഇപ്പോൾ ആനന്ദം. അങ്ങനെ മൊത്തം 4 കുട്ടികൾ. അതും 2 ദിവസം കൊണ്ട്. അതിൽ പരം സന്തോഷം വേറെന്താ? അവൻ തന്റെ പോക്കറ്റിൽ നിന്നും അവരുടെ ID കാർഡുകൾ കയ്യിലെടുത്തു. ആകെ 4 എണ്ണമേ ഉള്ളൂ. അതാണേൽ എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. ആകെ 4 ID കാർഡ് മാത്രമേ സ്കൂളിൽ നിന്നും ചേതന് കിട്ടിയുള്ളായിരുന്നു. 4 എണ്ണം തന്നെ ചേതന് കൂടുതലാണെന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിലും ചേതനെ പോലെ ഒരാളുടെ അടുത്ത് കുട്ടികൾ വന്നു ചേരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നാൽ അവരെല്ലാം ഞെട്ടിക്കും വിധം 2 ദിവസം കൊണ്ട് 4 കുട്ടികളെ അവൻ ചേർത്തു. ഇനി വേറെ ഒരു കുട്ടി അവന്റെ അരികിൽ ചേരാൻ വന്നാൽ അവരെ ചേർക്കാനുള്ള ID കാർഡ് കയ്യിൽ ഉണ്ടായിരുന്നില്ല. പുതിയ ID കാർഡുകൾ വാങ്ങാൻ അവൻ തീരുമാനിച്ചു. അതിനായി തന്റെ ക്ലാസ് റൂമിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങി. പുറത്ത് സൂര്യൻ പ്രകാശം പരത്തി ഉയർന്നു നിന്നിരുന്നു. അവിടെയുള്ള വലിയ മരങ്ങളുടെ തണലിലൂടെ ടീച്ചേഴ്സും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ചേതൻ അവരെ കടന്ന് മുന്നോട്ട് നടന്നു. അവന്റെ നടത്തം ചെന്നു നിന്നത് ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ മുന്നിലാണ്. അതിന്റെ മുന്നിലെ ഒരു ബോർഡിൽ ലോജിസ്റ്റിക്സ് ബിൽഡിംഗ് എന്ന് വലുതായി എഴുതിയിരുന്നു. അലക്സ് പറഞ്ഞതനുസരിച്ച് ID കാർഡ് വാങ്ങാനുള്ള സ്ഥലം അതാണ്. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറിയതും എല്ലാവരും അവനെ തുറച്ചു നോക്കി. ആരത്? ഇവിടുത്തെ സ്റ്റാർ പ്രൊഫസർ ചേതനെ പോലെ ഉണ്ടല്ലോ. ഇവിടെ എന്താണവ കാര്യം എന്നൊരു ശബ്ദം അവന്റെ പിന്നിൽ നിന്ന് കേട്ടു. ചേതൻ തലയൊന്ന് നിവർത്തി തിരിഞ്ഞു നോക്കിയതും വലിയൊരു മല തനിക്ക് നേരെ നടന്നു വരുന്നത് പോലെ അവന് തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മനുഷ്യനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അമ്പോ! ഒരു 300-400 കിലോ എങ്കിലും ഭാരം കാണുന്ന അയാളെ കണ്ടതും ചേതൻ സ്തംഭിച്ചുപോയി. ചേതന്റെ മനസ്സിലെ മായിക ലൈബ്രറി തുറക്കപ്പെട്ടു. മൂർത്തി എന്നായിരുന്നു ആ വലിയ മനുഷ്യന്റെ പേര്. ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്നു അയാൾ. പണത്തിന്റെയും സ്ഥാനത്തിന്റെയും പേരിൽ മനുഷ്യരെ തരം തിരിച്ച് കാണുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു മൂർത്തി. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്ന ചേതനെ അയാൾക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. തരം കിട്ടുമുഴക്കെ അവൻ ചേതനെ പരിഹസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. ഓ, ID കാർഡ് തിരികെ ഏൽപ്പിക്കാൻ വന്നതാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിനക്ക് ഈ 4 എണ്ണത്തിന്റെ ഒന്നും ആവശ്യം വരില്ലെന്ന്. മൂർത്തി അവനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചു.
അയാൾ ചിരിക്കുന്നതിനനുസരിച്ച് അയാളുടെ കുടവയർ കുലുങ്ങുന്നത് കണ്ട് ചേതന് ചിരി വന്നു. അല്ലല്ലോ മൂർത്തി സാറേ, സാറിന് തെറ്റിപ്പോയി. താൻ തന്ന ID കാർഡ് എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു. വേറെ ID കാർഡ് വാങ്ങാനാണ് വന്നത്, ചേതൻ പറഞ്ഞു. അത് കേട്ടതും ചിരിച്ചുകൊണ്ടിരുന്ന മൂർത്തിയുടെ മുഖം മാറി. എന്ത്, 4 ID കാർഡും യൂസ് ചെയ്തെന്നോ? നീ എന്താ കുടിച്ചിട്ട് വന്ന് ചുമ്മാ പറയുവാണോ? മൂർത്തി പരിഹാസത്തോടെ ചോദിച്ചു. ഇത് നല്ല പാട്. ഈ നാട്ടിലെന്താ എല്ലാ അലവലാദികൾക്കും ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അവന് ദേഷ്യം വന്നു. കുടിച്ചത് ഞാനല്ല, താനാ. അതാ ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലാവാഞ്ഞത്. എന്ത്, ഞാൻ കുടിച്ചെന്നു? എല്ലാവർക്കും അറിയാം ഇവിടത്തെ പേര് കേട്ട കുടിയൻ ആരാണെന്നുള്ളത്. എല്ലാവരും നോക്കിയേ, നമ്മുടെ മിസ്റ്റർ സിംഹോ, സോറി മിസ്റ്റർ ചേതൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നുണ്ട്. മൂർത്തി വിളിക്കുന്നത് കേട്ടതും അവിടേക്ക് ആളുകൾ കൂടി. ഇവൻ 4 ID കാർഡും യൂസ് ചെയ്തെന്ന്. പിള്ളേരെ ചേർക്കാൻ ഇനിയും വേറെ ID കാർഡ് വേണം പോലും. ഇക്കൊല്ലം ഞാൻ കേട്ട ഏറ്റവും മികച്ച തമാശ ഇത് തന്നെ. മൂർത്തി അവിടെ കൂടി നിന്നവരോട് എല്ലാവരോടുമായി പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. കൂടെയുള്ളവരും ചിരിക്കാൻ തുടങ്ങി. ആരിവനോ? കുടിച്ചു കൂത്താരി നടക്കുന്ന ഇവനില്ലാത്ത പിള്ളേരുടെ കണക്കും പറഞ്ഞ് ID കാർഡ് എന്തിനാ വാങ്ങുന്നേ? ID കാർഡ് കാണിച്ചാല് കള്ളു തരാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ ഇവനെ തൂക്കിയെടുത്ത് പുറത്തേക്കിട്, മൂർത്തി അവിടെയുള്ളവരോട് ആജ്ഞാപിച്ചു. അത് കേട്ട് ചിലർ ചേതന്റെ നേരെ അടുത്തതും അവരെ തടഞ്ഞുകൊണ്ട് ചേതൻ സംസാരിക്കാൻ തുടങ്ങി. ഹലോ മാഷേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്, ഞാൻ 0 വാങ്ങിയ ഒരാളാണ്. ഒരു കുടിയനുമായിരുന്നു, കേട്ടല്ലോ. ആയിരുന്നു, അതായത് ഇപ്പോ അല്ല. ഈ ചേതൻ മാറി. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എത്ര കാമായിട്ടാണെന്ന് നോക്ക്. നിങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരം തരാത്തത്. ഞാൻ 0 ആണ്. പക്ഷെ ഈ 0 ആയ എന്നോട് ബെറ്റ് വെച്ച് നിങ്ങൾക്ക് ആർക്കും ജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേതൻ പറഞ്ഞത് കേട്ടതും അവിടെയുള്ള എല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആരുടെ അടുത്താ നീ ഈ ഡയലോഗ് അടിക്കുന്നത്? ഇവിടെയുള്ള എല്ലാവരും റാങ്കിൽ നിന്നേക്കാൾ എത്രയോ മേലെയാണ്. എന്നിട്ടും ലാസ്റ്റ് പൊസിഷനിലുള്ള നിനക്ക് ബെറ്റ് വെക്കാൻ മാത്രം എന്താ ഉള്ളേ? 4 യൂസ് ചെയ്യാത്ത ID കാർഡും ഇട്ടിരിക്കുന്ന ഉടുതുണിയുമോ എന്ന് ചോദിച്ച് പരിഹസിച്ചു മൂർത്തി. ഞാൻ ബെറ്റ് വെക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പണമോ ഉരുപ്പിടിയോ വെച്ചുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ല. ജയിക്കുന്നവർക്ക് തോൽക്കുന്ന ആളെ 3 തവണ അടിക്കാം. നിങ്ങൾ ജയിച്ചാ നിങ്ങൾക്ക് എന്നെ അടിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ. എന്തു പറയുന്നു? ഇവന് ചാവണമെന്ന് വല്ലാത്ത ആഗ്രഹമെന്ന് തോന്നുന്നു. ചേതൻ മുന്നോട്ട് വെച്ച അഭിപ്രായം കേട്ടതും എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. ചേതൻ പറഞ്ഞത് കേട്ട് മൂർത്തി ഒന്ന് ആലോചിച്ചു. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തോൽവിയാണ് ചേതൻ. ഇനി എങ്ങാനും അവനോട് തോറ്റ അതിനും വലിയൊരു അപമാനം വേറെ ഉണ്ടാവില്ല. എന്താ മൂർത്തി, എന്നോട് ബെറ്റ് വെക്കാൻ വരുന്നില്ലേ? അതോ 0 ഹീറോ എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് മുങ്ങാൻ പോവാണോ? ചേതനൊന്ന് ശബ്ദം ഉയർത്തി ചോദിച്ചു. മൂർത്തി, എന്താ ആലോചിക്കുന്നത്? ഇവനൊക്കെ നിന്റെ അടുത്ത് ജയിക്കും തോന്നുന്നുണ്ടോ? അതും സ്റ്റുഡൻസിന്റെ അടുത്ത് വരെ തോൽക്കുന്ന ഇവൻ. മൂർത്തി ആലോചിച്ച് നിൽക്കുന്നത് കണ്ടതും അവിടെ കൂടി നിന്നവരിൽ ഒരാൾ അയാൾക്ക് ആത്മവിശ്വാസം കൊടുത്തു. നീ ഇവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. അവൻ ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യില്ല. ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ലെന്ന് പറയുന്നത് പോലെയാണ്. മറ്റൊരു ടീച്ചർ പറഞ്ഞു. മൂർത്തി തന്റെ മുന്നിൽ നിൽക്കുന്ന ചേതനെ നോക്കി. അവൻ തനിക്ക് മുമ്പിൽ വെറും ഒരു കടുകുമണിയുടെ അത്രയേ ഉള്ളൂ എന്ന് അയാൾ ഓർത്തു. അല്ലെങ്കിലും ഞാൻ എന്തിനു ഭയക്കണം? വെറ്റുവെക്കാൻ ഞാൻ തയ്യാറാണ്. മൂർത്തി അവന്റെ മുന്നിൽ നിന്ന് ഉറക്കെ പറഞ്ഞതും കൂടി നിന്നവരെല്ലാം ആർപ്പു വിളിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ചേതൻ അവരുടെ ഉത്സാഹം കണ്ട് ചോദിച്ചു. പിന്നെ സന്തോഷിക്കാതെ? ഇന്ന് അടികൊണ്ട് നിന്റെ മുഖം പഴുക്കാൻ പോകുമല്ലേ? ആഹാ, ഞാനാണ് തോക്കാൻ പോകുന്നെന്ന് ഇപ്പഴേ അങ്ങ് തീരുമാനിച്ചോ? പിന്നല്ലാതെ നീ ജയിച്ച ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും വലിയ കാര്യത്തിൽ ബെറ്റിന് വിളിക്കും, എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടും. ആ, പിന്നെ ബോധം ഉണ്ടായില്ലല്ലേ? നിനക്കതൊക്കെ ഓർമ്മയുണ്ടാവും. ഫുൾ ടൈം വെള്ളത്തിലല്ലേ? പരിഹാസങ്ങളേറി. നീ ഇവരുടെ കയ്യിൽ നിന്നും അടി വാങ്ങി കൂട്ടിയിട്ടുണ്ടോ ചേതാ? സാരമില്ല, പകരം അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തോളാം. ചേതന്റെ ഉള്ളിലുള്ള ജഗൻ ഉറപ്പിച്ചു. ശരി, എന്നാ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൂർത്തിയുടെ കൂടെ ചേർന്ന് ബെറ്റ് വെക്കാം. ഞാൻ തോറ്റ നിങ്ങൾക്ക് എല്ലാം എന്നെ അടിക്കാം, പക്ഷെ ഞാൻ ജയിച്ച. ചേതൻ പറഞ്ഞതും ബാക്കി പറയണ്ട, എന്തായാലും നടക്കാൻ പോകുന്നില്ല. നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ജയിച്ച നിങ്ങളെ ഞാൻ അടിക്കും. ചേതൻ ഉറപ്പോടെ പറഞ്ഞതും
മൂർത്തിയുടെ കൂടെ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന മറ്റു 3 പേർ കൂടി ചേതന്റെ മുന്നിലേക്ക് വന്നു. ഈ പന്തയത്തിന് എനിക്ക് സമ്മതം, എനിക്കും, ഞാനും ഓക്കെയാണ്. തെല്ലഹങ്കാരത്തോടെ അവർ 3 പേരും പറഞ്ഞു. ഈ ഉത്സാഹം അടി വാങ്ങുമ്പോൾ കണ്ടാ മതിയായിരുന്നു. ചേതൻ മനസ്സിലോർത്തു. കൊടുമുടി പോലെ വലിപ്പമുള്ള മൂർത്തി പന്തയത്തിനൊരുങ്ങി തന്റെ തേക്കുമരം പോലെയുള്ള കൈകൾ തട്ടിയതും അതിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ലോജിസ്റ്റിക്സ് കെട്ടിടമാകെ പ്രതിധ്വനിച്ചു.